إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. ومن يطع الله ورسوله فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ആദരണീയരായ സത്യവിശ്വാസികളെ, ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവ്വലോക നിയന്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നിയമാവലികളെ ജീവിതത്തിലുടനീളം കഴിവിൻപടി പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമേ എന്ന് ഈ ഖുത്ബയുടെ ആമുഖത്തിൽ എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ പകുതിയിലൂടെയാണ് നാം എല്ലാവരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദുൽഹിജ്ജ മാസത്തിന്റെ പ്രാധാന്യവും ആ 10 ദിവസങ്ങളുടെ ശ്രേഷ്ഠതയുമെല്ലാം കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശേഷിക്കുന്ന ഇനിയുള്ള ദിവസങ്ങളെ പരമാവധി ഇബാദത്തുകളും അനുബന്ധമായ സൽക്രമങ്ങളും എല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ട് പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ആഴ്ച മുതൽ ഏതാനും ഖുത്ബകളിലൂടെ വളരെ ബൃഹത്തായ 2 വിഷയങ്ങളെ സംബന്ധിച്ചാണ് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. സത്യവിശ്വാസികളായ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അടിസ്ഥാനപരമായി നാം പഠിക്കേണ്ട, അതുപോലെ തന്നെ ഈ ഖുത്ബ പുറത്തുനിന്ന് ശ്രവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളും സഹോദരിമാരും ഒക്കെ മനസ്സിലാക്കേണ്ട 2 വിഷയങ്ങളാണ്. ഒന്ന്, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്താണ്, എന്തല്ല എന്നുള്ളത്. 2, മരണത്തിനു ശേഷമുള്ള മരണാനന്തര ജീവിതം. ആ മരണവും മരണാനന്തര ജീവിതവും പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പഠിച്ച് അത് ജീവിതത്തിൽ ഗൗരവത്തോടു കൂടി ആ ഒരു പരലോക ചിന്ത നിലനിർത്തി അതിനനുസൃതമായ രൂപത്തിലുള്ള ഒരു ആത്മീയ ജീവിതത്തെ പടുത്തുയർത്തൽ നിർബന്ധമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു പരമ്പരയായി തന്നെ ആ വിഷയം ഏതാനും ഖുത്ബകളിലൂടെ ഞാനും നിങ്ങളും പൊതുസമൂഹവും പഠിക്കണം എന്ന ഒരു നിയത്തിലാണ് ഇൻഷാ അല്ലാഹ് ഈ വിഷയം തുടങ്ങി വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്ക് നാഫിയായ ഇൽമിന് പ്രധാനം നൽകുമാറാകട്ടെ. നമ്മളൊക്കെ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് നിർബന്ധമാക്കപ്പെട്ട 5 നേരത്തെ നമസ്കാരത്തിൽ ചുരുങ്ങിയത് 17 തവണ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മൾ തേടുന്നത്, ചോദിക്കുന്നത് എന്താണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളെ നീ സിറാത്തുൽ മുസ്തഖീമിലൂടെ വഴി നടത്തണേ, നേരായ മാർഗത്തിലൂടെ ഞങ്ങളെ നീ വഴി നടത്തണേ എന്ന് അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്. നമ്മള് ഒരു അമുസ്ലിമായ ഏതെങ്കിലും മറ്റു മതസ്ഥനായിക്കൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ല ഈ പ്രാർത്ഥന നിർവഹിക്കുന്നത്. മറിച്ച് ഒരു മുസ്ലിം ഉമ്മയുടെ ഗർഭാശയത്തിൽ ജനിച്ച് നാം വളർന്ന് ഈ ഭൂമിയിലേക്ക് പിറന്ന് ഇവിടെ ജീവിച്ച് മുസ്ലിമായി ജീവിക്കുമ്പോൾ തന്നെ നാം ഇന്നും ഇനിയുള്ള സമയത്തും മരണം വരെയും നമ്മുടെ ജീവിതത്തിൽ നാം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ഈ ചോദ്യത്തെ ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലൂടെ പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, നേരായ മാർഗം എന്താണ് എന്ന് നാം കൃത്യമായി പഠിക്കുകയും ആ മാർഗത്തിൽ മരണം വരെ ഉറച്ചു നിൽക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ സഹോദരങ്ങളെ നമുക്ക് നാളെ മരണത്തോടുകൂടി പ്രവേശിക്കുന്ന പാരത്രിക ലോകത്ത് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലൂടെ ഞങ്ങളെ നീ വഴി നടത്തണേ അല്ലാഹ് എന്ന് നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനക്ക് കൃത്യമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നു. എന്ത്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ആ മാർഗം അല്ലാഹ് നീ തൃപ്തിപ്പെട്ടവരുടെ മാർഗമാണ്, നിന്റെ തൃപ്തിക്ക് പാത്രീഭൂതരായ ആളുകളുടെ മാർഗമാണ്, നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്. ആ മാർഗത്തിലൂടെ ഞങ്ങളെ നീ വഴി നടത്തണേ എന്ന് റബ്ബിനോട് നമ്മൾ തേടുമ്പോ സ്വാഭാവികമായും ആ തേട്ടത്തിന് റബ്ബിങ്കിൽ നിന്ന് പൂർണ്ണമായ ഒരു ഉത്തരവും ആ ഒരു മാർഗത്തിൽ നമ്മളെ മരണം വരെ അല്ലാഹുവിന്റെ തൗഫീഖിനാൽ അല്ലാഹ് നമ്മളെ നിലനിർത്തുകയും ചെയ്യണമെങ്കിൽ എന്ത് വേണം? അല്ലാഹു തആല തന്ന അഖൽ ഉപയോഗിച്ച്, അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള കണ്ണും കാതും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് പഠിക്കുകയും ആ മാർഗം അറിയാൻ ശ്രമിക്കുകയും ചെയ്യണം. നമ്മള് ഒരു കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ ഒരു ആള് വന്ന് ഇറങ്ങിയിട്ട് അയാള് മഞ്ചേരിയിലേക്ക് പോകാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അയാള് പരപ്പനങ്ങാടിയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ബസ്സിൽ കയറിയിട്ട് അല്ലാഹുവേ നീ എന്നെ മഞ്ചേരിയിൽ എത്തിച്ചു തരണേ എന്ന് തേടിയാൽ ആ തേട്ടം യഥാർത്ഥത്തിൽ എന്തല്ല? പ്രായോഗികമായ ഒരു തേട്ടമല്ല. മാത്രമല്ല അത് ഒരിക്കലും അല്ലാഹു തആല ഖബൂലാക്കുന്ന നേട്ടവുമല്ല. കാരണം എന്താ? അല്ലാഹു തആല ബുദ്ധി നൽകിയ, വിവരം നൽകിയ, അറിവ് നൽകിയ ഒരാളാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് ചെയ്യണം? അയാൾ മഞ്ചേരിയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ബസ്സിൽ കയറിയിട്ട് എന്ത് ചെയ്യണം? ഇരുന്നിട്ട് അപകടമില്ലാതെ റാഹത്തായി എന്ന് എത്തിച്ചേരണേ എന്ന് ദുആ ചെയ്യുമ്പോഴാണ് ആ ദുആക്ക് പൂർണ്ണമായ ഹിജാബത്ത് കിട്ടുന്നത്. അതാണ് അന്വർത്ഥമായ ദുആ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ വഴി നടത്തണേ എന്ന് അല്ലാഹുവിനോട് തേടുകയും എന്നിട്ട് ഞാൻ പ്രവേശിച്ച മാർഗം നേരാണോ അല്ലേ എന്ന് പരിശോധിക്കാതെ പാരമ്പര്യമായി, നാട്ടുനടപ്പായി, മാമൂലുകളായി സമൂഹത്തിൽ പണ്ടേക്കും പണ്ടേ നടന്നു വരുന്ന അബദ്ധവിശ്വാസങ്ങളെയും മന്ദമായ ധാരണകളെയും ജീവിതത്തിൽ വെച്ച് പുലർത്തിയിട്ട് ഞങ്ങൾ അങ്ങനെ വിവരമില്ലാത്തവരാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, മദ്രസ പോകാത്തവരാണ്, ഞങ്ങൾക്കൊന്നും പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ല, അറബി വായിക്കാൻ അറിയില്ല, അതുകൊണ്ട് ഞങ്ങളെ നാട്ടു നടപ്പനുസരിച്ച് പണ്ടേക്കും പണ്ടേ ഞങ്ങൾ ഉസ്താദന്മാരും ഞങ്ങളെ മഹല്ലും എങ്ങനെയാണോ അങ്ങനെ പോയാ മതി. ഈ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബസ് സ്റ്റാൻഡിൽ കയറി ബസ് കയറിയ ഉദാഹരണം പോലെ ഇത് ശരിയല്ല. കാരണം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു മഹല്ലിൽ ഒരു പണ്ഡിതനോ അല്ലെങ്കിൽ ഒരു മൗലവിക്കോ അല്ലെങ്കിൽ ഉസ്താദിനോ മാത്രമല്ല അല്ലാഹു തലച്ചോറും ഹൃദയവും വിവരവും കൊടുത്തത്, മറിച്ച് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വ്യക്തമായി വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു: വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. അല്ലാഹു തആല പറയാ,
അറിവില്ലാത്തൊരു വിഷയത്തെ കുറിച്ച് നീ അന്ധമായി അതിന്റെ പിന്നാലെ പോകരുത്. നിനക്ക് അതിന്റെ പ്രമാണം ഖുർആൻ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് കൊണ്ടും മഹാന്മാരായ സ്വഹാബത്തിന്റെ മാർഗം കൊണ്ടും നിനക്കത് ലഭിച്ചിട്ടില്ലെങ്കിൽ, അതിന് പിൻബലമില്ലെങ്കിൽ, പ്രമാണമില്ലെങ്കിൽ, നീ ആ അറിവില്ലാത്ത വിഷയത്തിൽ അന്ധമായി നീ അതിന്റെ പിന്നാലെ പോകരുത്, വാശി പിടിക്കരുത്, മറക്കടമുട്ടി കാണിക്കരുത്. കാരണം തീർച്ചയായും നിന്റെ കേൾവി, വൽ ബസറ അല്ലാഹു നിനക്ക് തന്ന കാഴ്ച, വൽ ഫുആദ അല്ലാഹു തന്ന ഹൃദയം, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, അല്ലാഹുവിന്റെ കോടതിയിൽ നിശ്ചയം അത് ചോദ്യം ചെയ്യപ്പെടും. ഈ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മൾ പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞ് മതപ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചപ്പോൾ ആ പ്രസ്ഥാനത്തിനെ കുറ്റം പറഞ്ഞ് അവർ ഞങ്ങളെ വഴിതെറ്റിച്ചു കൊണ്ടുപോയി, റബ്ബേ ഞങ്ങൾ അറിഞ്ഞില്ല അല്ലാ എന്ന് അവിടെ വെച്ച് കരയും എന്ന് ഖുർആൻ നേരത്തെ പറയുന്ന ചില ആളുകളെ പറ്റി അല്ലാഹു തആല പറയാണ്, കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ വകുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. ചങ്ങലകളിൽ ബന്ധിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മലായികത്തുകൾ ചാട്ടവാർ കൊണ്ട് അടിച്ച് കത്തിജ്വലിക്കുന്ന നാറ് ജഹന്നമിലേക്ക് കൊണ്ടുപോവുകയാണ്. പഴയ കാലത്തൊക്കെ നാക്കാലികളെ പൊള്ളാച്ചിയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും മൂക്കയറുകൾ പരസ്പരം കെട്ടി അടിച്ചടിച്ച് കിലോമീറ്ററുകളോളം കൊണ്ടുവരുമ്പോ നിറയും പതി ഇങ്ങനെ പിന്നെ തുപ്പി അല്ലെ കുഴഞ്ഞു വീട് വെള്ളം കിട്ടും ആർത്തിയോടുകൂടി കുടിച്ച് വരുന്ന രംഗം നമ്മള് പണ്ടത്തെ കാലത്ത് കണ്ടിട്ടുണ്ടാകും. അതുപോലെ എന്നല്ല, ഒരു ഉദാഹരണം പറഞ്ഞതാണ് മനസ്സിലാക്കാൻ വേണ്ടി. ആ രൂപത്തിൽ മഹ്ശറിൽ നിന്ന് നരകത്തിലേക്ക് ആട്ടിത്തൊലിച്ചു കൊണ്ടുപോകുമ്പോൾ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയുടെ കവാടത്തിൽ വെച്ചുകൊണ്ട് മലക്കുകൾ ചോദിക്കും, എന്ത്? അലം യഅതികും നദീർ, നിങ്ങൾക്ക് താക്കീതുകാര് വന്നിരുന്നില്ലേ? നിങ്ങൾക്ക് ഉപദേശകന്മാര് വന്നിരുന്നില്ലേ? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ കൃത്യമായ ഹദീസുകളിലൂടെ സ്വീകാര്യമായ രൂപത്തിൽ പറഞ്ഞു തന്നിരുന്നില്ലേ? അത് കേൾക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നില്ലേ? ആ സമയത്ത് ആ ഹതഭാഗ്യവന്മാര് പറയുകയാണ്, അതേ ഞങ്ങൾക്ക് കേൾക്കാൻ അവസരമുണ്ടായിരുന്നു, പക്ഷേ ഫകദ്ദബ്നാ വകുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. ഞങ്ങളതൊക്കെ കേട്ടപ്പോ ഈ കാതിലൂടെ കേട്ട് മറുകാതിലൂടെ വിട്ടുകളഞ്ഞു. അതൊന്നും അങ്ങനെ ഉണ്ടാവൂല, അതൊക്കെ ഓല് വെറുതെ പറയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതിനൊക്കെ നിഷേധിച്ചു, റബ്ബേ ഞങ്ങൾ അതിനൊക്കെ തള്ളിക്കളഞ്ഞു അല്ലാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മനുഷ്യന്മാര് പിന്നെ പറയുന്ന ഒരു വാക്കുണ്ട്, എന്ത്? അല്ലാഹുവേ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅദല്ലൂന സബീലാ. അല്ലാഹുവേ തീർച്ചയായും ഞങ്ങൾ അതഅനാ സാദതനാ, ഞങ്ങൾ ഞങ്ങളുടെ പണ്ഡിതന്മാരെയും സാദാത്യങ്ങളെയും സയ്യിദന്മാരെയും ഒക്കെ ഞങ്ങൾ പിൻപറ്റിപ്പോയി. അങ്ങനെ തന്നെ അല്ലാഹു പറഞ്ഞു, അതഅനാ ഞങ്ങൾ പിൻപറ്റിപ്പോയി. ആരെ? ഞങ്ങളുടെ പണ്ഡിത പ്രമാണിമാരെ, അതുപോലെ സയ്യിദന്മാരെ, നേതാക്കന്മാരെ, ഉമറാക്കളെ ഞങ്ങളെങ്ങനെ പിൻപറ്റിപ്പോയി. ഫഅദല്ലൂന സബീല, അവർ ഞങ്ങളെ യഥാർത്ഥ അഹ്ലുസുന്ന വൽ ജമാഅയുടെ റൂട്ടിൽ നിന്ന് വഴിതെറ്റിച്ചു കൊണ്ടുപോയി. യഥാർത്ഥ ദീനിൽ നിന്ന് അവർ ഞങ്ങളെ വഴിതെറ്റിച്ചു കൊണ്ടുപോയി. അള്ളാഹിനോട് അവിടെ വെച്ച് പറയാണ്, കാര്യമുണ്ടോ? ഇല്ല. നേരത്തെ അള്ളാഹ് തന്നെ അഖൽ ഉപയോഗിച്ച്, ഹൃദയം ഉപയോഗിച്ച്, കണ്ണുകാതെ ഉപയോഗിച്ച് പഠിക്കേണ്ടതിന് പകരം ദൊണ്ടി ന്യായം പറഞ്ഞ് ഞങ്ങൾക്ക് അറിയൂല, ഞങ്ങൾ പണ്ടൊക്കെ പണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ മഹ്ശറിൽ വെച്ചുകൊണ്ട് അള്ളയോട് കേണപേക്ഷിക്കുകയാണ്, കുമ്പസരിക്കുകയാണ്. എന്നിട്ട് അവര് പറയുന്നു അള്ളയോട്, റബ്ബേ റബ്ബനാ ആതിഹിം ദഅഫൈന മിനൽ അദാബി വൽഅൻഹും ലഅനൻ കബീറാ. റബ്ബനാ ആതിഹിം ദഅഫൈൻ, അതുകൊണ്ട് ഞങ്ങൾ നീ നരകത്തിലിട്ട് ശിക്ഷ നൽകുന്നതിനേക്കാൾ 2 ഇരട്ടി ശിക്ഷ നീ ഞങ്ങളുടെ പണ്ഡിതന്മാരെ സാദാത്യങ്ങളെ നരകത്തിലിട്ട് അവർക്ക് കൊടുക്ക്. ഞങ്ങൾക്ക് ഒന്നാണെങ്കിൽ അവർക്ക് ഒന്നുകൂടി ഇരട്ടി കൊടുക്ക്. കാരണം അവരാണ് ഞങ്ങൾ വഴിതെറ്റിച്ചത്. ഇത് മുൻകൂട്ടി ഖുർആൻ 1400 ചില്ലാന കൊല്ലങ്ങൾക്ക് മുമ്പ് ഖുർആനിന്റെ അഹ്ലുകാരായ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഓതിപ്പോയി ഖത്തം തീർത്തു എന്നതല്ലാതെ ഇതിന്റെ അർത്ഥം പഠിച്ചോ? ഇതിനെ കുറിച്ച് ചിന്തിച്ചോ? നാളെ വരാൻ പോകുന്ന ഭയാനകരമായ പാരത്രിക ലോകത്തെ പരീക്ഷണത്തെ കുറിച്ച്, അവിടെയുള്ള കടമ്പകൾ താണ്ടതിനെ കുറിച്ച് ചിന്തിച്ച ആളുകൾ ഇല്ല. അതുകൊണ്ട് അല്ലാഹു തആല പറയാണ്, എല്ലാവർക്കും ഇരട്ടിയുണ്ട് എന്ന് അവിടെ വെച്ച് പറയും. അതുകൊണ്ടാണ്
ഇങ്ങനെ ഒരു വിഷയ പരമ്പര മുഅ്മിനീങ്ങളെ നമ്മൾ ഉൾപ്പെടെ ഇത് കേൾക്കണം, പഠിക്കണം എന്ന് പറഞ്ഞു. പല വിഷയങ്ങളും പാരമ്പര്യമായി അഹ്ലുസ് സുന്ന വൽ ജമാഅ വ്യക്തമായി സലഫ് സാലിഹുകളുടെ പാതയിലൂടെ സലഫികളിലൂടെ കേൾക്കാൻ ഭാഗ്യം ലഭിച്ച പഠിച്ച ആളുകൾക്ക് ഒരുപക്ഷെ ഇത് ആവർത്തനമായിരിക്കും. എന്നാൽ ഇത് കേൾക്കാത്തവരുണ്ട്, ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ട്, ഇത് തെറ്റിദ്ധരിച്ചവരുണ്ട്. ഈ പുരോഹിതന്മാരുടെ ചൂഷണങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിലുള്ള വിശ്വാസം എന്താണ്, കർമ്മം എന്താണ്, ആചാരം എന്താണ്, അനുഷ്ഠാനം എന്താണെന്ന് അറിയാത്തവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു പുതുമയുള്ള വിഷയമാണ്. അവർക്ക് ഇത് യഥാർത്ഥത്തിൽ ഒരു അമൃതം തന്നെയാണ്, ഇത് ഒരു വലിയ വീഞ്ഞ് തന്നെയാണ്, വലിയൊരു തേൻ തന്നെയാണ്, ഇത് മധുരിക്കുന്ന, ഇത് വലിയ ഒരു ഇസ്ലാമിന്റെ വലിയ പാനീയം തന്നെയാണ്. അതുകൊണ്ട് നമ്മളും അവരും ഒരുപോലെ പഠിച്ചു മുന്നോട്ട് പോകണം. കാരണം പഠിച്ചു മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഞാൻ ആ മുഖത്തിൽ പറഞ്ഞ ഈ ഒരു പരീക്ഷണം അവിടെ വരും. മാത്രമല്ല 20-ാം അധ്യായം സൂറത്ത് താഹയിലെ 126-ാമത്തെ ആയത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്ന ഒരു വാചകമുണ്ട്. എന്താണ്? അല്ലാഹുവിന്റെ ദീൻ പറയുന്ന ആ ഒരു ശബ്ദത്തെ അല്ലെങ്കിൽ ആ ഉത്ബോധനത്തെ ആരെങ്കിലും നമ്മൾ അവഗണിച്ചു കളഞ്ഞാൽ, അള്ളാഹുവിന്റെ ദിക്റിനെ ആരെങ്കിലും മറന്നു കളഞ്ഞാൽ, അള്ളാഹു തആല പഠിപ്പിക്കുന്ന കാര്യം വിശദീകരിക്കുന്ന ഒരു ഖുതുബ, ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു മതപ്രഭാഷണം ഇത് കേൾക്കാൻ അവസരമുണ്ടായാൽ അതിന് മുൻവിധിയോടുകൂടി തള്ളിക്കളഞ്ഞ് അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞാൽ അത്തരക്കാരായ ആളുകൾ അവർക്ക് ഇഹലോക ജീവിതത്തിലെ മഈശത്ത് മാത്രമല്ല, ഖബർ ജീവിതം അവർക്ക് പുരുസാകുമെന്ന് മാത്രമല്ല, നാളെ ആഖിറത്തിൽ അവർ മഹ്ശറാ വൻസഭയിൽ വരുമ്പോൾ രണ്ട് കണ്ണും കാണാത്തവരായി അള്ളാഹുവിന്റെ മുമ്പിൽ അവരെ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വമൻ അഗ്റദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ വൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى ومن أعرض عن ذكري إنه البودرത്തിൽ നിന്ന് ആരെങ്കിലും മുഖം തിരിച്ചു കളഞ്ഞാൽ فإن له معيشة ضنكا അവരുടെ മഈശത്തിനെ അല്ലാഹു അവർക്ക് കുടുസാക്കി കൊടുക്കും. ഇതിന്റെ വിശദീകരണത്തിൽ ബർസഖി ലോകം അവർക്ക് ദുരിതപൂർണമായിരിക്കും, ഏറ്റവും വലിയ പ്രയാസം അവർക്ക് ബർസഖിലായിരിക്കും എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ ചിലപ്പോ നേരായ പാതയിൽ ജീവിച്ചവരും ജീവിക്കാത്തവർക്കും ഒക്കെ അല്ലാഹു തആല എന്ത് ചെയ്യും? വാരിക്കോരി കൊടുത്തെന്നവർ, അവരെ ആസ്വദിച്ചെന്നവർ, അവര് തൗഹീദ് വിശ്വസിക്കാത്തതിന്റെ പേരിലോ ആ തൗഹീദിലൂടെയുള്ള തൗഹീദിന്റെ അമലുകൾ ചെയ്യാത്തതിന്റെ പേരിലോ ശിർക്ക് ചെയ്തതിന്റെ പേരിലോ കുഫറും ബിദ്അത്തും ഹറാമുകളും ചെയ്തതിന്റെ പേരിലോ ചിലപ്പോ ഒരു ദാരിദ്ര്യ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിക്കോണമെന്നില്ല. പക്ഷേ ഖബറിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ മഈശത്ത് അല്ലാഹു കുടുസാക്കി കൊടുക്കും. കഴിഞ്ഞില്ല, അവർ നാളെ മഹ്ശറിൽ വരുമ്പോൾ കണ്ണ് കാണാത്തവരായി അല്ലാഹു ഒരുമിച്ച് കൂട്ടും. ആ സമയത്ത് അല്ലാഹുവോട് അവർ പറയും, ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ, റബ്ബേ നീ എന്നെ എന്താണ് കണ്ണുകാപ്പൊട്ടനായി ഇവിടെ കൊണ്ടുവന്നത്? വഖദ് കുൻതു ബസീറാ, ഞാൻ ദുനിയാവിൽ നല്ല കാഴ്ചയുള്ളവനായിരുന്നല്ലോ. ശരിയാണ്, നല്ല കാഴ്ചയുള്ള ആളാ, 80 കഴിഞ്ഞിട്ട് കണ്ണാട വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, ശരിയാണ്. പക്ഷേ അള്ളാന്റെ ശക്തമായ മറുപടി മഹ്ശറിൽ അത്തതുക ആയാതുനാ ഫനസീതഹാ, നിനക്ക് എന്റെ ഉത്ബോധനം ഞാൻ ഓതി കേൾപ്പിക്കാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന റസൂലിനെ നൽകി. ആ റസൂലിന്റെ വഫാത്തിന് ശേഷം പിന്നീട് ആ പ്രകാശം കൃത്യമായി ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് സ്വഹാബത്ത് നൽകി. അത് ഇന്ന് നിന്റെ മുമ്പിൽ വ്യക്തമായി ഈ കേരളക്കരയിൽ മലയാള ഭാഷയിലൂടെ ആയത്തും ഹദീസും ഓതി അതിന്റെ അർത്ഥം പറഞ്ഞ് പഠിപ്പിച്ചു തരുന്ന സദസ്സുകൾ നിനക്ക് കിട്ടിയില്ലേ? കിട്ടി. പക്ഷേ ഫനസീതഹാ, നീ അതിന് വേണ്ട ഗൗരവം കൊടുത്തില്ല, നീ അതിനെ മറന്നു കളഞ്ഞു. അല്ല പറയാ, അതുകൊണ്ട് ഇന്ന് നിന്റെ കാര്യത്തെ കുറിച്ച് ഞാനിതാ മറന്നു കളഞ്ഞിരിക്കുന്നു. മഹ്ശറിൽ തപ്പിത്തടയേണ്ടി വരും, ഖബറിൽ വിഷമിക്കേണ്ടി വരും. എല്ലായിടത്തും നമുക്ക് രക്ഷ വേണോ? ദുന്യവിയായ ജീവിതത്തിൽ നമുക്കൊരു സംതൃപ്തിയും റാഹത്തും വേണമോ? അതിനെല്ലാം പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നാം സ്വീകരിക്കേണ്ടത് അല്ലാഹുവിന്റെ ദീനാണ്. വിശുദ്ധ ഖുർആൻ വീണ്ടും പറഞ്ഞു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ, അള്ളാഹുവിന്റെ ഈ ദീനല്ലാത്ത മറ്റൊരു മതമാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്,
ومن يبتغي غير الاسلام دينا فلن يقبل منه അല്ലാഹു അരിൽ സ്വീകരിക്കുകയില്ല വലതകൂനന്ന മിനൽ ഖാസിരീൻ അവർ നാളെ മഹ്ശറിൽ വരുമ്പോൾ അങ്ങേയറ്റത്തെ നിർഭാഗ്യവാന്മാരായി മാറുമെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്കറിയാം ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് വേദഗ്രന്ഥങ്ങളിൽ അവസാനത്തേതാണ്. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അത് പ്രവാചകന്മാരുടെ ശൃംഖലയിൽ അവസാനത്തെ കണ്ണിയാണ്. അപ്പോൾ അവസാനത്തെ വേദഗ്രന്ഥവും അവസാനത്തെ പ്രവാചകനും ആരാണെന്ന് നമുക്കൊക്കെ അറിയാം. അത് നമ്മൾ ബാലപാഠമായി മദ്രസ മുതലേ പഠിച്ചു പോകുന്നതുമാണ്. പക്ഷേ ആ ബാലപാഠം പഠിച്ചത് കൊണ്ട് മാത്രം പോരാ, മറിച്ച് ആ ഖുർആനും ആ പ്രവാചകന്റെ ചര്യയും ജീവിതത്തിലുടനീളം ഞാൻ പാലിച്ചു കൊള്ളാം അല്ലാഹുവേ എന്നാണ് നമ്മള് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മഹ്ശറിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ലോകത്ത് നിന്ന് നമ്മളെ അല്ലാഹു തആല ആദം അലൈഹിസ്സലാമിന്റെ മുതുകിലൂടെ പുറത്തെടുത്തുകൊണ്ട് സത്യം ചെയ്യിപ്പിച്ച് വീണ്ടും കൊണ്ടുവന്നപ്പോൾ നമ്മൾ പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടാണ് മുസ്ലിമീങ്ങളായി നമ്മളൊക്കെ ഇസ്ലാമിന്റെ മൗലിക സന്ദേശമായ ഇസ്ലാമിന്റെ സുന്ദരമായ സാക്ഷ്യവചനങ്ങളായ 2 ഷഹാദത്തുകൾ നമ്മൾ ചൊല്ലിയത്. എന്താ 2 ഷഹാദത്തിന്റെ താല്പര്യം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി, നേർച്ചകൾക്ക് വഴിപാടുകൾക്ക് അർഹനായി ഒരിക്കലും മറ്റൊരു ഇലാഹില്ല. ഇത് ഞാനിതാ എന്റെ ഹൃദയത്തിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് സാക്ഷ്യപ്പെടുത്തി എന്റെ ജീവിതം ഞാൻ അതിന് കൃത്യമായി ഇതാ അല്ലാഹുവേ ജീവിച്ചു കാണിച്ചു തരുന്നു. ഇത് സാക്ഷ്യപത്രമാണ്, ഇതൊരു കരാർ പത്രമാണ്. സാക്ഷ്യം വഹിക്കുന്നു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ദൂതനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും ആ റസൂലുള്ളാഹി 23 വർഷക്കാലം ഞങ്ങളെ പഠിപ്പിച്ച ഇസ്ലാമിന്റെ കർമാനുഷ്ഠാനങ്ങൾ, കൃത്യമായ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും ജീവിതത്തിലുടനീളം നാം പാലിച്ചു കൊള്ളാം എന്നാണ് ആ കരാർ. അപ്പൊ ഈ കരാറ് നമ്മൾ ഹൃദയത്തിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിപ്പെടുത്തി ജീവിതം അതിനെ സാക്ഷിയാക്കിയിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് നമ്മൾ നഷ്ടക്കാരായി മാറും പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബ് 21-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല നമുക്ക് വ്യക്തമായതാ ഒരു റോൾ മോഡലായി അല്ലാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തി തരികയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന لمن كان يرجو الله واليوم الآخر وذكر الله كثيرا لقد كان لكم في رسول الله أسوة حسنة. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആർക്കാണ് മാതൃകയുള്ളത്? ലിമൻ കാന യർജുല്ലാഹ്, അല്ലാഹുവിനെ ആ മഹ്ശറിൽ വിചാരണ കഴിഞ്ഞ് സിറാത്ത് പാലം കടന്ന് സ്വർഗ്ഗത്തിലെത്തിയതിനു ശേഷം അല്ലാഹുവിനെ കൺകുളിർക്കെ 2 കണ്ണുകൾ കൊണ്ട് നേർക്ക് നേരെ കാണാനുള്ള ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ എങ്കിൽ അവർക്കുള്ളതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. വല്യൗമിൽ ആഖിർ, നാളെ ആഖിറത്തിൽ വിശ്വസിക്കുന്നവർക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ഫത്ഹുൽ ബാരി ഇമാം ബുഖാരിക്ക് ശറഹ് എഴുതിയ ഇബ്നു അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്ഹുൽ ബാരി എന്ന ഗ്രന്ഥത്തിന്റെ 13-ാം വാള്യം 295-ാമത്തെ പേജിൽ മഹാനായ ഫത്ഹുൽ ബാരിയിലെ പണ്ഡിതൻ പറഞ്ഞു, വൽ മുറാദു, സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസുന്ന എന്ന് പറഞ്ഞാൽ മാ ജാഅനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ അഖ്വാലിഹി വഅഫആലിഹി വതഖരീരിഹി വമാ ഹമ്മ ബിഫഇലിഹി. ഇതാണ് റസൂലുള്ളാഹി സുന്നത്ത് എന്ന് പറഞ്ഞാൽ. എന്താണ്? വൽ മുറാദു ബിസുന്ന, റസൂലിന്റെ സുന്നത്ത് എന്ന് മാ ജാഅനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതാണ്. മിൻ അഖ്വാലിഹി, റസൂലുള്ളാഹിന്റെ വാക്ക്, വഅഫആലിഹി, റസൂലുള്ളാഹിയുടെ പ്രവർത്തനങ്ങൾ, വതഖരീരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗനാനുവാദങ്ങൾ, വമാ ഹമ്മ ബിഫഇലിഹി, റസൂൽ ഭാവിയിൽ ചെയ്യുമെന്ന് പറഞ്ഞു പോയ കാര്യങ്ങൾ. ഇതാണ് പ്രവാചകന്റെ ചര്യ.
അപ്പൊ ഖുർആനും റസൂലിന്റെ സുന്നത്തും എന്ന ഈ രണ്ട് ആധാരങ്ങളെ മനുഷ്യർക്ക് വേണ്ടി വിശിഷ്യ അത് പാലിക്കുന്നവർക്ക് വേണ്ടി വിട്ടേച്ചു പോയിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് യാത്രയായത്. തറക്തു ഫീക്കും അംറൈനി, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വിട്ടേച്ചു പോകുന്നു. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ യഥാർത്ഥത്തിൽ വഴിതെറ്റുകയില്ല. കിതാബല്ലാഹി വ സുന്നത്തി റസൂൽ, അത് അല്ലാഹുവിന്റെ കലാമായ ഖുർആനും റസൂലുള്ളാഹിന്റെ സുന്നത്തുമാണ്. അപ്പൊ ഇവിടെ ഒരു സംശയം, ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച വഴി തെറ്റൂല എന്ന് പറഞ്ഞിട്ട് ഖുർആനിലേക്കും സുന്നത്തിലേക്കും സഹാബത്തിന്റെ മാർഗത്തിലേക്കും ഒക്കെ ക്ഷണിക്കുന്ന ഈ പറയുന്ന ആൾക്കാരല്ലേ എത്ര കഷ്ടങ്ങളായിട്ടുണ്ട്, എത്ര കക്ഷികളായിട്ടുണ്ട്. ലോകത്തെ മുസ്ലിങ്ങൾ തന്നെ എത്ര വിഭാഗങ്ങളുണ്ട്. ഓരോരുത്തരും ഖുർആനും സുന്നത്തല്ലേ പറയുന്നത്. അപ്പൊ പിന്നെ ഈ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുതെ പറഞ്ഞതാണ്? അല്ലാഹുവിന്റെ ഹബീബ് വെറുതെ പറയോ? ഇല്ല. അപ്പൊ ഈ പറഞ്ഞതിന്റെ ആശയം എന്താണ്? അത് മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. വതഫ്തരികു ഉമ്മത്തി അലാ 73 ഫിർഖ, എന്റെ ഉമ്മത്തി 73 വിഭാഗമായി പിളരും. യഹൂദികൾ 71 ആയെങ്കിൽ അതിൽ ഒന്ന് മാത്രം സ്വർഗ്ഗത്തിന്റെ വഴി സ്വീകരിച്ചെങ്കിൽ, നസാറാക്കൾ 72 വിഭാഗമായി പിളർന്നെങ്കിൽ 71 നരകത്തിന്റെ വഴിയും ഒന്ന് മാത്രം സ്വർഗ്ഗത്തിന്റെ വഴിയും സ്വീകരിച്ചെങ്കിൽ, വതഫ്തരികു ഉമ്മത്തി അലാ 73 ഫിർഖ, എന്റെ സമുദായം അതിനേക്കാൾ ഒരു പടി മുന്തിയായി 73 കക്ഷികളായി പിളരുമെന്നും 72 നരകത്തിന്റെ റൂട്ട് സ്വീകരിക്കുമെന്നും ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു കക്ഷി മാത്രം സ്വർഗ്ഗത്തിന്റെ വഴി സ്വീകരിക്കുമെന്നും പറഞ്ഞു. അത് കൃത്യമായി ഒരസുകല്ലായി റസൂലുള്ളാഹി മാറ്റിവെച്ചതാണ്. തട്ടാമാര് പഴയ കാലത്ത്, ഇപ്പൊ ജ്വല്ലറിയിലൊക്കെ വേറെ സംവിധാനങ്ങളാണ്. പഴയ കാലത്ത് ആഭരണം ഒറിജിനൽ ആണോ അതല്ല അത് റോൾഡ് ഗോൾഡ് ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവരുടെ കയ്യിൽ ഒരു കല്ലുണ്ട്. ആ കല്ലിൽ അതൊന്ന് ഉരച്ചു നോക്കിയാൽ കൃത്യമായിട്ട് അത് പറയാൻ പറ്റും. ഇതുപോലെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു മുമ്പ് ഒരു ഉരച്ചു കല്ല് നമ്മളിലേക്ക് ഇട്ടു തന്നുകൊണ്ടാണ് വഫാത്തായിട്ടുള്ളത്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 73 വിഭാഗത്തിൽ ഒരു വിഭാഗം മാത്രം സ്വർഗ്ഗത്തിന്റെ വഴി അതേതാണ്? റസൂലിനോട് സഹാബത്ത് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, മാന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഇന്നേ ദിവസം ഏതൊരു മാർഗമാണോ ആ മാർഗം മുറുകെ പിടിച്ചവരാണ്. മുഅ്മിനീങ്ങളെ, ഒന്നാം ഖുതുബയിൽ ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ ഒന്നാമത്തെ പാർട്ട് ഇന്ന് അവസാനിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മുതൽ തുടർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഈ ഒരൊറ്റ ഉരസുകൾ, ഞാനും എന്റെ സ്വഹേബത്തും ഏതൊരു മാർഗത്തിലാണ് ആ മാർഗം മുറുകെ പിടിച്ചവർ വിജയിച്ചു. അതാണ് നമ്മൾ അള്ളാഹുവിനോട് ഫാത്തിഹയിലൂടെ തേടിയ ആമുഖത്തിൽ ഞാൻ ഓതി വെച്ച ഫാത്തിഹ സൂറത്തിന് ശേഷം നാം മനസ്സിലാക്കേണ്ട ആയത്ത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ ഞങ്ങൾ വഴി നടത്തണേ. ഏതാണ് മാർഗം? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച ആളുകളുടെ മാർഗമാണ്. ആരെയാണ് അള്ളാഹു അനുഗ്രഹിച്ചത്? ആരെയാണ് അനുഗ്രഹിച്ചത്? വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞു തന്നു, ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും പിൻപറ്റുകയാണെങ്കിൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അവരെ അല്ലാഹു തൃപ്തിപ്പെട്ട അമ്പിയാക്കളുടെ, സുദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ പാതയിലാണ്. അപ്പൊ ആരെയാണ് അല്ലാഹു തൃപ്തിപ്പെട്ടത്? അമ്പിയാ മുർസലുകളെ, സുദ്ദീഖീങ്ങളെ, സ്വാലിഹീങ്ങളെ, ശുഹദാക്കളെ. ആരാണ് ഇവർ? നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത്. ആ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട, കേട്ട, മനസ്സിലാക്കിയ ആ ദീൻ അതനുസരിച്ച് ജീവിച്ചത് കൊണ്ട് അല്ലാഹു തആല അവരെ കുറിച്ച് പറഞ്ഞത് എന്താണ്? والسابقون الأولون من المهاجرين والأنصار والذين اتبعهم بإحسان رضي الله عنهم ورضوا عنه. മുഹാജിറുകളും അൻസാറുകളുമായ അല്ലാഹുവിന്റെ റസൂലിന്റെ സഖാക്കൾ, അവരെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അവരെ അല്ലാഹു തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. എന്ന അവരുടെ മാർഗമാണ് യഥാർത്ഥത്തിലുള്ള അഹ്ലുസുന്ന വൽ ജമാഅ. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പദവും ആ പ്രസ്ഥാനത്തെയും ധാരാളം ദുരുപയോഗം ചെയ്തിട്ടുണ്ട്, തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അഹ്ലുസുന്ന വൽ ജമാഅയാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കല്ലും നെല്ലും വേർതിരിച്ചുകൊണ്ട് ഇസ്ലാമാവുന്ന വടവൃക്ഷത്തിൽ അള്ളിപ്പിടിച്ച ഈ ഇത്തിക്കള്ളി അത് ഏതാണെന്ന് വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅ എന്താണെന്നും അഹ്ലുൽ ബിദ്അത്തി വൽ ഖുറാഫാത്ത് വൽ ദലാലത്ത് എന്താണെന്നും ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.
ഇൽമിനോടുള്ള താല്പര്യം നൽകുമാറാകട്ടെ. കല്ലും നെല്ലും വേർതിരിച്ചുകൊണ്ട് സത്യം മരിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കി അത് ആരൊക്കെ എതിർത്താലും ഒറ്റപ്പെടുത്തിയാലും അത് പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ആ റബ്ബിന്റെ തൃപ്തിയിലായി മരണപ്പെട്ടു പോകാനുള്ള തൗഫീക്ക് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നാട്ടുകാർക്കും പണ്ഡിതന്മാർക്കും അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.